നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്ത് കുറ്റിപ്പുറത്തെ പാലത്തിന് അടുത്തുള്ള മിനി പമ്പ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയിൽ രാവിലെ മുതൽ ഒഴുക്ക് വളരെ വലിയ തോതിൽ കൂടിയിരിക്കുന്നു. കാഞ്ഞിരപ്പുഴ ഡാമും പീച്ചി ഡാമും മലമ്പുഴ അണക്കെട്ടും ഒരുപോലെ തുറന്ന സാഹചര്യത്തിൽ അതിലെ ജലം അധിക തോതിൽ ഒഴുക്കി വിടുന്ന സാഹചര്യത്തിലാണ് ഭാരതപ്പുഴയുടെ ഇരു കരകളെയും വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ട് പുഴ വലിയ തോതിൽ വിശാലമായി ഒഴുകുന്നത്. ഈ മിനി പമ്പയിലെ ക്ഷേത്രത്തിന് അതിൻ്റെ കടവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കടവിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശാലമായ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. കാഞ്ഞിരപ്പുഴ ഡാമും പീച്ചി ഡാമും മലമ്പുഴ അണക്കെട്ടും വലിയ തോതിൽ ജലവിധാനം ഉയർന്നപ്പോൾ അവിടെ നിന്ന് വെള്ളം ഒഴുക്കിവിട്ടതിനെ തുടർന്നാണ് പല പുഴകളിൽ നിന്നും ഈ ഭാരതപ്പുഴയിലേക്ക് ജലമെത്തുകയും ജലം ഇത്രയും വലിയ തോതിൽ ചരിത്രത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഭാരതപ്പുഴയിലെ ജലവിധാനം രണ്ട് കരകളെയും ഒരുപോലെ സ്പർശിച്ച് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് ഒഴുകി പോവുകയാണ്. ഇരു കരകളിലും വൃക്ഷങ്ങളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും എല്ലാത്തിനെയും വലിയ തോതിൽ തന്നെ ഈ ജലമൊഴുക്ക് ബാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ രണ്ട് കരകളിലെയും സ്ഥാപനങ്ങളും അതുകൂട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പുഴയോരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും എല്ലാ ആൾക്കാരെയും ഇവിടെ നിന്ന് റെസ്ക്യൂ ടീം ഒഴിപ്പിച്ചു കഴിഞ്ഞു. റെസ്ക്യൂ ടീമിൻ്റെ ആൾക്കാർ സദാ ജാഗരൂകരായി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഇവിടെ ഈ ഒഴുക്ക് കാണുന്നതിനായിട്ട്, അതായത് ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ രീതിയിൽ ഭാരതപ്പുഴ ഒഴുകുന്ന ഈ ഒഴുക്ക് കാണാൻ സ്വാഭാവികമായും ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും. അതിൻ്റെ പേരിൽ തന്നെ നിരവധി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അത് കാണാവുന്നതാണ്. ഇത് മിനി പമ്പയാണ്. കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള മിനി പമ്പയിൽ ഈ ജല ഒഴുക്ക്, ഭാരതപ്പുഴയുടെ ഈ വലിയ തോതിലുള്ള ഒഴുക്ക് കാണുവാനായി ജനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ റെസ്ക്യൂ ടീമിന്റെ ആൾക്കാരുണ്ട്. നമുക്ക് അവരോട് ഈ ഇത്രയും വലിയ തോതിലുള്ള ഒഴുക്ക് എപ്പോഴാണ് തുടങ്ങിയത്, ഏത് രീതിയിലാണ് പ്രവർത്തനങ്ങളെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. മിനി പമ്പയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ച ലൈഫ് ഗാർഡ്സ് ആണ്. അതുപോലെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ സജീവമായിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് മുൻപന്തിയിൽ തന്നെയാണ്. ഇവിടെ മിനിയാന്ന് മുതൽ മഴക്കാലം തുടങ്ങി അന്ന് മുതൽ ഒരു പ്രാവശ്യം വെള്ളം നല്ല നിലയിൽ വെള്ളം പൊങ്ങി വന്നു. ഇപ്പോൾ മിനി പമ്പ ചരിത്രത്തിലാണ്
2007 ശേഷം 2007 ഏകദേശം നല്ലൊരു വെള്ളം വന്നു. ആ ചരിത്രം ഇവിടെ മറികടന്നിരിക്കുകയാണ്. ഭാരതപ്പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ഇപ്പോൾ DTPCൻ്റെ മുഴുവൻ ഷട്ടറുകളും വെള്ളത്തിൻ്റെ മുങ്ങി താഴ്ന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇപ്പോൾ വളരെ ഡേഞ്ചറായ ഒരു അവസ്ഥയാണ്. ഭാരതപ്പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ഇവിടെ നാട്ടുകാരും അതുപോലെ ലൈഫ് ഗാർഡ്സും നാട്ടുകാരെല്ലാവരും സജീവ രംഗത്താണ്. എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും രക്ഷാപ്രവർത്തനത്തിനും എല്ലാത്തിനും മുൻനിരയിൽ നാട്ടുകാരോടൊപ്പം ലൈഫ് ഗാർഡ്സും ഉണ്ട്, പോലീസുകാരും എല്ലാവരും സേവനം ഇവിടെ ഏത് സമയത്തും ലഭ്യമാണ്. തീർത്ഥാടന കേന്ദ്രം അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ ജനങ്ങളെത്തും. അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ മിനി പമ്പ. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ എത്തുന്നതുകൊണ്ട് ഇവരുടെ ഇത് കാണാനെത്തുന്നവരുടെയൊക്കെ സുരക്ഷ വലിയ തോതിൽ ശക്തമാക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൈഫ് ഗാർഡ്സ് സദാ ജാഗരൂകരായി ഇതിൻ്റെ ഇരുവശങ്ങളിലും ജനങ്ങളെ ഇതിലേക്ക് കടത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. പുഴയെക്കുറിച്ച് ഇവർക്ക് ധാരണയുള്ളവരാണ് കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ പുഴ ഏത് രീതിയിൽ ഒഴുകുമെന്നും എപ്പോഴാണ് ഇതിൻ്റെ ഗതി മാറ്റപ്പെടുന്നതെന്നും കാലാവസ്ഥയിൽ പോലും മനസ്സിലാക്കാവുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ കഴിയുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ജനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായിട്ട് ഇതിലേക്ക് ഈ ജല ഒഴുക്കിലേക്ക് വഴുതി വീഴാതിരിക്കാനും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അവർ വളരെ സംയമനത്തോടെ തന്നെ നൽകുന്നുണ്ട്. മിനി പമ്പയിലെ ഏകദേശം പടിക്കെട്ടുകൾ കയറി ഭാരതപ്പുഴ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ കാഴ്ചകളിൽ തന്നെ കാണാം, പടിക്കെട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ലൈഫ് ഗാർഡിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വെച്ചിരുന്ന ഒരു ക്യാബിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കുറ്റിപ്പുറം പാലത്തിന് താഴെ മതിലിനോട് ചേർന്ന് ഭാരതപ്പുഴ ഓരത്തുള്ള ലൈഫ് ഗാർഡിന്റെ ഒരു റൂമാണ്, റെസ്ക്യൂ റൂമാണ്. ആ റൂമിനകത്ത് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ പുഴയുടെ ഒഴുക്ക് കാരണം അതിനിപ്പോൾ അതിലേക്ക് ഇറങ്ങുകയോ അത് എടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അപകടകരമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പറയാൻ സാധിക്കുന്നില്ല. വീണ്ടും മഴ വരുന്നുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. ദൂരെ മഴയുടെ കാറും കോളും കയറി വരുന്നുണ്ട്. അത് കാരണം ഇനിയും ഭാരതപ്പുഴ ഇതിലും ശക്തമായി ഒഴുകാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മുകളിൽ കാണുന്നതാണ് കുറ്റിപ്പുറം പാലം. പാലത്തിന് സാരമായ രീതിയിലൊന്നും ഭാരതപ്പുഴയുടെ ഈ ഒഴുക്ക് ഇപ്പോൾ ബാധിച്ചിട്ടില്ല. ഗതാഗതമെല്ലാം സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. എങ്കിലും ഈ ഇത്രയും വലിയ തോതിൽ ഭാരതപ്പുഴ ഒഴുകുന്നത് ചരിത്രത്തിലാദ്യമാണ്. നമുക്ക് ഇതിൻ്റെ ഈ ശബ്ദം, ഇതിൻ്റെ ഈ അവസ്ഥ, ഈ കാലാവസ്ഥയിൽ നിന്നെല്ലാം ഇവിടെ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ഒരു രൂക്ഷത. മഴ കൂടുതലായി പെയ്യുകയാണെങ്കിൽ ഇനിയും ഈ പടിക്കെട്ടുകളിൽ നിന്ന് കൂടുതലായിട്ട് വെള്ളം കയറും. ഇവിടെ ഒരു ആരാധന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ പല വിഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം മുങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടതിൽ കൂടുതൽ തന്നെ വെള്ളം പിന്നെയും കൂടുകയാണ്. അതായത് പുഴയുടെ മറുവശത്ത് നമുക്ക് കാണാൻ കഴിയും. പുഴയുടെ മറുവശത്ത് കാർമേഘങ്ങൾ കൂടി വരുന്നുണ്ട്. അവിടെ എന്തായാലും മഴ പെയ്യുന്നുണ്ട്. അല്പസമയത്ത് തന്നെ മഴ ഇവിടെയും വീഴും. പുഴയുടെ ഒഴുക്ക് പിന്നെയും അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നു. റൈറ്റിലോട്ട് പിടിച്ച ഷവർ ബാത്ത്, റൈറ്റിലോട്ട് പിടിച്ച് അങ്ങനെ തന്നെ റൈറ്റിലോട്ട് പിടിച്ച ഷവർ ബാത്ത്, അങ്ങനെ തന്നെ റൈറ്റിലോട്ടാ. ഉണ്ടാകും ആകാശം നല്ല രീതിയിൽ കാർമേഘ ആവൃതമായിരിക്കുകയാണ്. ഇവിടുത്തെ ഈ മിനി പമ്പയിലെ ടൂറിസ്റ്റുകൾ വരുന്നിടമാണ്, ആരാധന ആലയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തരും ടൂറിസ്റ്റുകളും ഇവിടെ എത്തുന്നുണ്ട് ഈ കാഴ്ചകൾ കാണാൻ. എങ്കിൽ തന്നെയും ഇവിടുത്തെ ഈ ലൈഫ് ഗാർഡുകളും റെസ്ക്യൂ അധികാരികളും എല്ലാം തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പുഴയുടെ വ്യാപനം കൂടുകയാണ്, പുഴ ശക്തമായി ഒഴുകുകയാണ്. നമുക്കത് ദൃശ്യങ്ങളിൽ വീണ്ടും വീണ്ടും കാണാവുന്നതാണ്. മലയാളം ടെലിവിഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് തത്സമയ സംപ്രേഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്.
ക്യാമറമാൻ സിദ്ദീഖ് കാട്ടിലങ്ങാടിയാണ് വിഷ്വൽ പകർത്തുന്നത്. പക്ഷെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇതിനെടുക്കത്തില്ല, അങ്ങനെ എടുക്കത്തില്ല. അവിടുന്ന് വരുന്നുണ്ട്. കൽപ്പാത്തിന് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ബംഗാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് കൽപ്പാത്തിന്റെ നിൽക്കുന്നത് പല ചോറുന്നൊക്കെ ഒക്കെ കയറ്റി നിൽക്കുന്നുണ്ട്. എല്ലാ കാലത്തും വെള്ളം മാറുന്ന അപ്പ അതിന് ഞങ്ങള് ഇപ്പം ഇന്ന് എടുക്കില്ല, നാളെ എടുക്കാം. ഞാൻ അമ്മക്കാട് മറക്കണതാണ് ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ കൺമുമ്പ് കടന്നു പറഞ്ഞു ഇതൊന്നും അറിയില്ല. ഫോട്ടോ എടുക്கிறாங்க.
കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ ഇരുമ്പിളിയം പഞ്ചായത്തിൽ ഈ കൊടുമുടി UP സ്കൂളിൽ LP സ്കൂളിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. മഴവെള്ളക്കെടുതിയുടെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകൾ, വീടുകളിൽ വെള്ളം കയറിയും പ്രയാസം അനുഭവിക്കുന്നതുമുള്ള ആളുകളെയാണ് ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, താമസിക്കാനും കിടക്കാനും ഭക്ഷണത്തിനും ഒക്കെയായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കൂടുതൽ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. ചിലയിടത്തു നിന്നൊക്കെ വീണ്ടും വീണ്ടും വെള്ളം കയറുന്ന ആളുകളെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ഭാഗത്തും ആളുകളെ വിളിക്കുന്നുമുണ്ട്. എന്തായാലും എത്ര പ്രയാസമുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ സാമൂഹ്യ സന്നദ്ധ രാഷ്ട്രീയ സംഘടനകളും എല്ലാ സമൂഹവും ഒന്നിച്ച് അവരുടെ കൂടെയുണ്ട്. ഗവൺമെൻറ്റും അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്യാമ്പ് ഫലപ്രദമായി നടക്കുന്നു. മണ്ഡലത്തിൽ തന്നെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ അങ്ങാടിയോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയതുകൊണ്ട് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുപോലെ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെയും ഇനിയും വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്ന പ്രയാസമുണ്ട്. അതുപോലെ തന്നെ എടച്ചലം ഭാഗത്തും വെള്ളം കയറുന്ന ഒരാശങ്കയുണ്ട്. എന്തായാലും ജനങ്ങളുടെ ഭീതി അകറ്റാനും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നാടും സമൂഹവും ഭരണകൂടവും ഒക്കെ ഒന്നിച്ചുണ്ട്. എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ക്യാമ്പ് നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ക്യാമ്പ് നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവരുടെയും നേതൃത്വത്തിൽ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാവരും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് രാഷ്ട്രീയ സംഘടനയുടെ മുഴുവൻ ആളുകളും ഇതിനോടൊപ്പം ഒന്നിച്ച് ഈ ജനങ്ങളുടെ കൂടെയുണ്ട്. ഉള്ള സൗകര്യങ്ങൾ തികയാതെ വരികയാണെങ്കിൽ ആളുകൾക്ക് പറ്റാവുന്ന സൗകര്യത്തിലുള്ള ക്യാമ്പ് ആരംഭിക്കാൻ ശ്രമിക്കും. പക്ഷേ അതിലുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത്
ഈ ക്യാമ്പ് ഉണ്ടാക്കുമ്പോൾ അവിടേക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ എത്തിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുള്ള സ്ഥലത്തെ അങ്ങനെ ഒരു ക്യാമ്പ് ആരംഭിക്കാൻ കഴിയും. ഇപ്പോൾ പുറമണ്ണൂർ പ്രയാസമുണ്ട്, അവിടെ ഒരു ക്യാമ്പ് നമ്മൾ അപ്പുറത്ത് പുറമണ്ണൂർ സ്കൂളിൽ കൊണ്ടുപോയി ചേർന്നാൽ ഉണ്ടാക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് ആളുകൾക്കും ആരോഗ്യ വകുപ്പിനോ അല്ലെങ്കിൽ മറ്റൊരു വകുപ്പിനോ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സൗകര്യമുള്ള പ്രദേശങ്ങളിൽ ക്യാമ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ സഹായം ചെയ്തു കൊടുക്കുക എന്നേ പ്രായോഗികമാകും. ഇനി ഒരു പുതിയ ക്യാമ്പ് തുറക്കുവാണെങ്കിൽ ഇത്രയും സൗകര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഇതിന്റെ സംവിധാനങ്ങൾ തുടങ്ങേണ്ടിയിരിക്കും. അല്ല, ആവശ്യമായി ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങി ഒരു സെക്കൻഡ് പിന്നെന്താണ് കഴിയാതെ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയല്ലോ എന്നതുപോലെ ആവശ്യമായി വരികയാണെങ്കിൽ നേരത്തെ എല്ലാ സൗകര്യങ്ങളും വെക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതിനൊരു സമൂഹം കൂടെ ഉണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായ കാലവർഷത്തിൻ്റെ കെടുതികൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുമ്പിളിയം കുറ്റിപ്പുറം പ്രദേശങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രമാതീതമായ വെള്ളപ്പാച്ചിലും അതിവർഷം തുടർച്ചയായി തുടർന്ന് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഡാമിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉയരുന്നത് കൊണ്ട് ബന്ധപ്പെട്ടവർക്ക് ഒഴുക്ക് നിർത്താനോ തടയാനോ കഴിയാത്തൊരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്നലെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് ബഹുമാന്യനായ MLA അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടിയന്തരമായ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ്, കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ അടിയന്തരമായി വരുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി അടിയന്തര സഹായം എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ കമ്മിറ്റി തീരുമാനമെടുക്കുകയും പ്രവർത്തനം തുടർന്നു വരികയുമായിരുന്നു. 2 ദിവസം മഴയുടെ ശമനവും വെയിലും ഉണ്ടായപ്പോൾ ഇനി ഇതുപോലൊരു ദുരന്തം ഉണ്ടാവുകയില്ല എന്ന ധാരണയിലായിരുന്നു. പക്ഷേ വീണ്ടും മഴ വളരെ ശക്തമായി വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രമാതീതമായ വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കും ഉയർച്ചയുമാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സംരംഭം വരാതിരിക്കാൻ എല്ലാ വിശ്വാസികളും ദൈവത്തോട്, പടച്ചവനോട്, ഈശ്വരനോട്, കർത്താവിനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ പഞ്ചായത്തിലെ പ്രത്യേക ഭരണസമിതി അംഗങ്ങളായ ഫസീല ടീച്ചർ, ശംല, മൊയ്തു എടയൂർ, അതുപോലെ തന്നെ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ മെമ്പർമാർ, പ്രസിഡന്റ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ എല്ലാ പ്രദേശങ്ങളിലും ബഹുമാനപ്പെട്ട MLAയുടെ സാന്നിധ്യത്തിൽ സന്ദർശിച്ചു, അഭാവത്തിലും സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെടുകയും സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളുമായി ബന്ധപ്പെട്ട് അടിയന്തര സഹായങ്ങൾ ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഭരണസമിതി അംഗമായ AP സബാഹ്, KT സിദ്ദീഖ് തുടങ്ങിയ ആളുകളുടെ ശ്രമഫലമായി ആനപ്പടിക്കൽ ട്രസ്റ്റിൻ്റെ ഒരു വലിയ സഹായം ഇന്നലെ എത്തിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സഹായങ്ങൾ അവരുടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയം, നമ്മൾ 5 സെൻറ്റും 3 സെൻറ്റും 4 സെൻറ്റിലും ഒക്കെ മറ്റൊരു വഴിയുമില്ലാതെ വീട് വെച്ച് താമസിക്കുന്ന, വെള്ളം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകളാണ് വലിയ ദുരിതത്തിലായിട്ടുണ്ട്. മറ്റുള്ളിടത്തൊക്കെ നമ്മുടെ പുഴയുടെ ഇരുകരങ്ങളിലും വെള്ളം ഒഴുകിയത് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. ദൂതപ്പുഴയിലെ വെള്ളം ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കാൻ കഴിയാത്തൊരു ക്രമാതീതമായി ഭാരതപ്പുഴയിലെ വെള്ളം ഉയർന്നത് കൊണ്ട് ദൂതപ്പുഴയിലെ വെള്ളമാണ് ഓവർഫ്ലോ ആയി പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളിലേക്കും വരുന്നത്. അതോടൊപ്പം തന്നെ ഭാരതപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലൂടെ വെള്ളം അടിച്ചു കയറുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കടുത്ത പ്രയാസങ്ങളാണ്. അതുപോലെ ആ പ്രയാസങ്ങളുള്ള ഏരിയകളും ഇന്നലെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, പോകാൻ കഴിഞ്ഞു. അതിൻ്റെ ഒക്കെയുള്ള എല്ലാ ശ്രമവും ബഹുമാന്യനായ MLA ദിവസങ്ങളോളമായി ഈ പ്രദേശങ്ങളിൽ 2 പഞ്ചായത്തുകളിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. മുഴുവൻ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും, ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ട്രസ്റ്റുകളൊക്കെ തന്നെ വളരെ സജീവമായാണ് ഈ ക്യാമ്പിൽ എല്ലാവരെയും സഹായിക്കാൻ മുന്നോട്ട് വരുന്നത്. ഇനി ഇപ്പോൾ ഏതാണ്ട് കൃത്യമായി രജിസ്ട്രേഷൻ ചെയ്തത് 300-400 താഴെയാണ്. 200 ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലബ്ബ് ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട MLA, കലക്ടറും അതുപോലെ RDO, തഹസിൽദാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ തൊട്ടടുത്ത മദ്രസയിലേക്ക് പുരുഷന്മാർ വരാവുന്ന മുഴുവൻ ആളുകളെയും മാറ്റി സ്ത്രീകൾക്ക് മാത്രമായി ഈ ക്യാമ്പ് ഉണ്ടാക്കുകയും അത് അവിടെ തന്നെ സൗകര്യം ചെയ്യണം എന്ന രീതിയിലാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സജീവമായി തന്നെ ഇവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിൽ അവരുടെ എല്ലാ അധ്വാനങ്ങളും വീടുമൊക്കെ നഷ്ടപ്പെട്ടവർ. അതിൻ്റേതായ ഒരു മാനസിക പ്രയാസം ആളുകൾ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിയാവുന്ന എല്ലാ സാഹചര്യങ്ങളും ചെയ്യണമെന്നാണ്. അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
അവർക്ക് വീട് നിർമ്മിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അതിന് ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ ലിസ്റ്റ് അപ്രൂവൽ ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗവൺമെന്റിലേക്കും അയച്ചു തരേണ്ടതുണ്ട്. ആ ശ്രമവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഒരു പ്രദേശം ഒറ്റപ്പെട്ട് മോസ്കോ കിടക്കുന്നു എന്ന് പറയുന്നു. അവിടെയുള്ള ആളുകളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഇവിടെ സാമൂഹ്യ രംഗത്തുള്ള ആളുകളുടെ ഒക്കെ വാഹനം പോയി അവരൊക്കെ കൊണ്ടുവരുന്നു. ഗവൺമെന്റ് മെഷീനറി സ്പീഡ് ബോട്ട് രാവിലെ തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫയർഫോഴ്സും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഈ ക്യാമ്പിൽ ഈ ദുരിതമകറ്റുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി എല്ലാവരുടെയും സാന്നിധ്യവും പ്രവർത്തനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂതപ്പുഴയിലെ വെള്ളം ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. രാത്രി തന്നെ ആൾക്കാരെ പരിസരത്തിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ക്യാമ്പിൽ MLA എത്തി സന്ദർശിച്ചതിന് ശേഷം നമ്മളോട് സംസാരിക്കാൻ MLA പറഞ്ഞതനുസരിച്ച് വേണ്ടി വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വേണ്ടി വന്നു കഴിഞ്ഞാൽ മഴ അധികമാകുകയാണ്, കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ, തൂതപ്പുഴയുടെ വീതി കൂടുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള കാഷ്വാലിറ്റി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും. അതിൻ്റെ സംവിധാനങ്ങൾ ഉടനെ തന്നെ അത് സജ്ജമാക്കാൻ ഉള്ള ഒരു നടപടിയാണ് ഇപ്പോൾ MLAയും അധികൃതരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.